നിരാശയിൽ നിന്ന് ആശയിലേക്കും, ആശയിൽ നിന്ന് പ്രത്യാശയിലേക്കും, പ്രത്യാശയിൽ നിന്ന് നിത്യജീവനിലേക്കും നമ്മെ കൈപിടിച്ചുയർത്തുന്ന ആത്മാഭിഷേകമുള്ള ഒരുപിടി നല്ല ഗാനങ്ങളുമായി ഹോളി ബീറ്റ്സിൻ്റെ മറ്റൊരു അധ്യായം ഇതാ ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. ഹോളി ബീറ്റ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം പാടാൻ എത്തുന്നത് അനുശ്രീയാണ്. So let me welcome അനുശ്രീ on to the stage. ഏത് പാട്ടാണ് ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്? കാഴ്ചകളേക്കാം താഴ്മയോടെ. ഫാദർ ജോജു തെക്കനേത്ത് എഴുതി ടീന മേരി എബ്രഹാം പാടിയ കാഴ്ചകളേകാം താഴ്മയോടെ എന്ന പാട്ടാണ് അനുശ്രീ പാടുന്നത്. നമുക്ക് ആസ്വദിക്കാം. കാഴ്ചകളേകാം താഴ്മയോടെ തിരുസന്നിധിയിൽ വന്നു ഞാൻ. കാഴ്ചകളേകാം താഴ്മയോടെ തിരുസന്നിധിയിൽ വന്നു ഞാൻ. നൈവേദ്യമാകാം ഈ വേളയിൽ നാഥനേകും തിരുബലിയിൽ. നൈവേദ്യമാകാം ഈ വേളയിൽ നാഥനേകും
അടുത്തതായി ഒരു സോളോ സോങ് ആണ്. ഈ പാട്ട് പാടാൻ എത്തുന്നത് അഞ്ജനയാണ്. സോ ലെറ്റ് മീ വെൽക്കം അഞ്ജന ഓൺ ടു ദ സ്റ്റേജ്. ഹായ് അഞ്ജന. ഹായ്. എന്തുണ്ട് വിശേഷം? സുഖം. ആദ്യമായിട്ടാണല്ലേ ഹോളി ബീറ്റ്സിന്റെ വേദി? ആദ്യമായിട്ടാണ്. അപ്പൊ നമുക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് അഞ്ജന, ഞാൻ കാലടിയിൽ നിന്ന് വരുന്നു. അഞ്ജന എന്ത് ചെയ്യുന്നു? ഞാൻ ടീച്ചിങ്ങിന്റെ കോഴ്സ് കഴിഞ്ഞ് സ്കൂളിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഹോളി ബീറ്റ്സിന്റെ വേദിയിൽ ഏത് പാട്ടായിരുന്നു പാടുന്നത്? കൈകൂപ്പി നിന്നു ഞാൻ. ബാബു പുളിക്കൽ എഴുതി സിസിലി പാടിയ പാട്ടാണ് അഞ്ജന ഇന്ന് നമുക്കായി പാടുന്നത്. നമുക്ക് ആസ്വദിക്കാം. കൈകൂപ്പി നിന്നു ഞാൻ അൾത്താര മുന്നിൽ
Slutty Beats-ൽ ഇനി അടുത്തതായ ഒരു ട്രയോ സോങ് ആണ്. So let me welcome the singers onto the stage. Hi all. ഹായ്, ആദ്യം തന്നെ നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ? എൻ്റെ പേര് അനുരാജ്. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ ചന്ദനപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്നു. എൻ്റെ പേര് ആൻസ്, ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ധന്യ, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന പാട്ടിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? തീർച്ചയായിട്ടും അതൊരു പഴയ ഗാനമാണ്. ദൈവനാമം ചൊല്ലുവാൻ, ദൈവസ്തുതി പാടുവാൻ എപ്പോഴും എവർഗ്രീൻ ആയിട്ട് നിൽക്കുന്ന ഒരു പാട്ടല്ലേ? തീർച്ചയായിട്ടും. അത് എഴുതിയിരിക്കുന്നത് ബേബി ജോൺ കലയന്താനി. എൻ്റെ സംഗീതം കൊടുത്തിരിക്കുന്നത് ജോജി ജോൺ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു മ്യൂസിഷ്യനാണ്. പാടിയിരിക്കുന്നത് അമൃത സുരേഷ് എന്ന് പറഞ്ഞ സിംഗറാണ്. അതാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഗാനം. ഓക്കെ, അപ്പോൾ 3 പേരും ചേർന്ന് നന്നായിട്ട് പാടുക. നമുക്കൊക്കെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അപ്പോൾ പാട്ടിലേക്ക് പോവാം അല്ലേ? ഓൾറൈറ്റ്. ദൈവനാമം ചൊല്ലുവാൻ, ദൈവസ്തുതി പാടുവാൻ, ദൈവം നൽകും ദാനങ്ങൾ ഓർത്തോർത്തു നന്ദി ചൊല്ലാം. ഈ ജന്മം തികയുമോ? ഈ ജന്മം തികയുമോ? ദൈവനാമം ചൊല്ലുവാൻ, ദൈവസ്തുതി പാടുവാൻ, ദൈവം നൽകും ദാനങ്ങൾ ഓർത്തോർത്തു നന്ദി ചൊല്ലാം. ഈ ജന്മം തികയുമോ? ഈ ജന്മം തികയുമോ? കണ്ണീരിൻ കാലങ്ങളിൽ കാരുണ്യത്തിൻ സ്പർശം നൽകി കണ്ണീർ തുടച്ചിടും നിൻ പൊന്നു തമ്പുരാൻ. കണ്ണീരിൻ കാലങ്ങളിൽ കാരുണ്യത്തിൻ സ്പർശം നൽകി കണ്ണീർ തുടച്ചിടും നിൻ പൊന്നു തമ്പുരാൻ. ആ സ്നേഹമവർണ്ണനീയം, ആ സ്നേഹമചഞ്ചലം, ഒരു നാളും തീരിയാത്ത ദൈവസ്നേഹസാഗരം. ദൈവനാമം ചൊല്ലുവാൻ, ദൈവസ്തുതി പാടുവാൻ, ദൈവം നൽകും ദാനങ്ങൾ ഓർത്തോർത്തു നന്ദി ചൊല്ലാം. ഈ ജന്മം തികയുമോ? ഈ ജന്മം തികയുമോ? സ്വന്ത ബന്ധമോർക്കുന്നില്ല, സ്വത്ത സുഖമോർക്കുന്നില്ല. കർത്താവിൻ കരം കീഴിൽ രക്ഷയുണ്ടെന്നോർത്തിടുന്നു. സ്വന്ത ബന്ധമോർക്കുന്നില്ല, സ്വത്ത സുഖമോർക്കുന്നില്ല.
ഉണ്ടെന്നോർത്തിടുന്നു. ആ സ്നേഹം പിരിയുകില്ല, ആ സ്നേഹം വിളിച്ചിടുന്നു. കരുതുന്നവൻ കൺമണിയായി നെഞ്ചോടു ചേർക്കുന്നു. ദൈവനാമം ചൊല്ലുവാൻ, ദൈവസ്തുതി പാടുവാൻ, ദൈവം നൽകും ദാനങ്ങൾ ഓർത്തോർത്തു നന്ദി ചൊല്ലാൻ ഈ ജന്മം തികയുമോ, ഈ ജന്മം തികയുമോ. ദൈവനാമം ചൊല്ലുവാൻ, ദൈവസ്തുതി പാടുവാൻ, ദൈവം നൽകും ദാനങ്ങൾ ഓർത്തോർത്തു നന്ദി ചൊല്ലാൻ ഈ ജന്മം തികയുമോ, ഈ ജന്മം തികയുമോ. ഹോളി ബീറ്റ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ അടുത്ത ഗാനത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത പാട്ട് ആലപിക്കാൻ എത്തുന്നത് നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിംഗറാണ്. ലെറ്റ് മീ വെൽക്കം ഡയന ചേച്ചി ഓൺ ടു ദ സ്റ്റേജ്. ഹായ് ചേച്ചി. ഹായ്, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ചേച്ചി ഏത് പാട്ടാണ് ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്? ഞാൻ ഇന്ന് പാടുന്നത് കുർബാന സ്വീകരണത്തിന് പറ്റിയൊരു സോങ് ആണ്. ഏത് പാട്ടാണ്? ഈ കുർബാന അപ്പത്തിൽ ഈശോയെ കാണാൻ എന്ന് പറഞ്ഞൊരു സോങ് ആണ്. ചേച്ചി പള്ളിയിൽ ഈ പാട്ട് മുന്നേ പാടിയിട്ടുണ്ടോ? ഇതുവരെ പാടിയിട്ടില്ല. ഞാനിങ്ങനെ നമ്മളിങ്ങനെ യൂട്യൂബ് സെർച്ച് ചെയ്യും. ഇപ്പം നമ്മൾ സോങ്സ് ഒക്കെ കേൾക്കുന്നത് യൂട്യൂബിലൂടെ ആണല്ലോ. അപ്പം അങ്ങനെ കേട്ടോണ്ടിരുന്നപ്പം ഈ പാട്ട് എന്നെ വല്ലാതെ ടച്ച് ചെയ്തു. അപ്പം കെസ്റ്ററിൻ്റെ ആ ഒരു വോയിസിൽ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടായി. അപ്പോൾ അത് പാടണം എന്ന് തോന്നി. അങ്ങനെ സെലക്ട്. അതെ അതെ. ഓക്കെ. ഇപ്പോൾ ഹോളി ബീറ്റ്സിന്റെ വേദിയിൽ നമ്മൾ ഒരുപാട് ഗസ്റ്റർ പാടിയ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയും അത് തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു. അതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ചേച്ചി സെറ്റ് അല്ലേ പാടാനൊക്കെ? ഷുവറായിട്ട്. ഓക്കെ. അപ്പോൾ ചേച്ചി നന്നായിട്ട് പാടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഈശോയെ കാണാൻ ആ കൊതിയോടെ ഈശോയെ നിന്റേതായിടാൻ. ഈ കുർബാനയപ്പത്തിൽ ഈശോയെ കാണാൻ ആ കൊതിയോടെ ഈശോയെ നിന്റേതായിടാൻ. നീ അത്താഴമാ ഈശോയെ എൻ കയ്യിൽ ജീവൻ നീ തന്നു. ഈശോയെ നീയാവാൻ എന്നിൽ നീ ചേർന്നു. ഈശോയെ എൻ കയ്യിൽ ജീവൻ നീ തന്നു. ഈശോയെ നീയാവാൻ എന്നിൽ നീ ചേർന്നു.
ഈശോയെ എൻ കയ്യിൽ ജീവൻ നീ തന്നു. ഈശോയെ നീയാവാൻ എന്നിൽ നീ ചേർന്നു. കൂദാശയായി നാവിൽ നീ കുർബാനയായി, ദാഹിക്കുമെന്നുള്ളം നിൻ സക്രാരിയായി. കൂദാശയായി നാവിൽ നീ കുർബാനയായി, ദാഹിക്കുമെന്നുള്ളം നിൻ സക്രാരിയായി. ഈ കുർബാനയപ്പത്തിൽ ഈശോയെ കാണാം, ആ കൊതിയോടെ ഈശോയെ നിന്റേതായിടാൻ. നീ അത്താഴമായി എന്നത്താണിയായി, ദിവ്യകാരുണ്യമായും കൂടെ വാഴുന്നു. ഈ കുർബാനയപ്പത്തിൽ ഈശോയെ കാണാം, ആ കൊതിയോടെ ഈശോയെ നിന്റേതായിടാൻ. നീ അത്താഴമായി എന്നത്താണിയായി, ദിവ്യകാരുണ്യമായും കൂടെ വാഴുന്നു. ഈശോയെ എൻ കയ്യിൽ ജീവൻ നീ തന്നു. ഈശോയെ നീയാവാൻ എന്നിൽ നീ ചേർന്നു. ഈശോയെ എൻ കയ്യിൽ ജീവൻ നീ തന്നു. ഈശോയെ നീയാവാൻ എന്നിൽ നീ ചേർന്നു. ഡയന ചേച്ചിയുടെ പാട്ടോടുകൂടി ഹോളി ബീറ്റ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇതാ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയും നിങ്ങൾക്ക് ഈ ഗാനങ്ങൾ ആസ്വദിക്കാൻ ഷാലോം ടിവിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം. അപ്പോൾ അടുത്ത ആഴ്ച ഇതുപോലെ തന്നെ കൂടുതൽ മനോഹരമായ ഗാനങ്ങളുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. So thank you so much for watching and stay tuned to Holy Beats.